ഡിവൈഎഫ്ഐ വളരെ കാലിക പ്രസക്തമുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് യുവജന സംഗമം നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ നേരം വളരെ സുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അവര് അധികാരത്തിൽ വന്നത്. ഈ രാജ്യത്ത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പ്രതിവർഷം 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ അധികാരത്തിൽ വന്ന് 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു കാലയളവിൽ കൂടാണ് നാം കടന്നു പോകുന്നത്. തൊഴിൽ നൽകിയില്ല എന്ന് മാത്രമല്ല, ഉള്ള തൊഴിൽ ഇല്ലാതാക്കുന്ന സമീപനമാണ് നാളിതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ വിറ്റഴിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് തുടരുന്നത്. ലക്ഷോപലക്ഷം ആൾക്കാർ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ റെയിൽവേ, രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ, ആ റെയിൽവേ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലേക്ക് തീരെഴുതി കൊടുക്കുകയാണ്. റെയിൽവേ പാളങ്ങൾ, റെയിൽവേ കോച്ചുകൾ, നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ എല്ലാവരും നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ ഇവിടുത്തെ അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി തീരെഴുതി കൊടുക്കുന്ന ഗവൺമെന്റായി മോദി സർക്കാർ മാറുകയാണ്. ഇത്തരത്തിൽ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് വേണം മോദി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ സമരത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം. ഇന്ന് തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, നവോദയ പോലുള്ള വിദ്യാലയങ്ങളിൽ 10 ലക്ഷം ഒഴിവുകളാണ് കിടക്കുന്നത്. 2019 ശേഷം കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അധ്യാപകർക്കുള്ള നിയമനം നടന്നിട്ടില്ല. ഒരു കാലത്ത് നാമെല്ലാം ഏറ്റവും കൂടുതൽ അഭിമാനമായി കണ്ടിരുന്ന നമ്മുടെ പട്ടാളം, ആ പട്ടാളത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുവരെ നിയമനം നടന്നിട്ടില്ല. നിയമനം നടന്നതോ അഗ്നിപഥം എന്ന് പറഞ്ഞ പദ്ധതി പറഞ്ഞുകൊണ്ട് വെറും 4 വർഷത്തേക്ക് മാത്രം ഉള്ള നിയമനമാണ് നടക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലാണ് ഇവിടെയെല്ലാം നിയമനം നടക്കുന്നത്. രാജ്യത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം നടക്കുന്നു. സ്ഥിരം നിയമനം എന്നുള്ള സംവിധാനം ഇല്ലാതാകുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നയം നിങ്ങൾ തിരുത്തണം. ഇന്ത്യയിലെ ആകെ യുവാക്കളെ നിങ്ങൾ വഞ്ചിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് യുവാക്കൾ തെരുവിലിറങ്ങുകയാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏതാണ്ട് 7.5% ഉയർന്നിരിക്കുന്നു. ചെറുപ്പക്കാർ കാർഷിക മേഖലയിലോട്ടും അതുപോലെ തന്നെ തീരെ നിലവാരം കുറഞ്ഞ തൊഴിൽ, അതായത് ചെറിയ തൊഴിലെടുത്തുകൊണ്ട് വിവിധ മേഖലയിലുള്ള തൊഴിൽ കിട്ടാത്ത അവസ്ഥയാകുന്നു. സർക്കാർ മേഖലയിലേക്ക് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നില്ല. അതിനെല്ലാം ബദലായിക്കൊണ്ട് കേരള സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ 3 ലക്ഷം പേർക്ക് PSC വഴി നിയമനം കൊടുത്ത് ബദലായി ഉയർത്തിക്കൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ പോവുകയാണ്. ആ സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടി ഇപ്പോൾ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. കേരളത്തിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് വർഗീയതയുടെ കാർഡിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദി സർക്കാർ ഇറങ്ങുന്നു. എല്ലാ സ്റ്റേറ്റുകളിലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാജ്യത്ത് മറ്റു രാജ്യങ്ങളുടെ ആക്രമിക്കാൻ വരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമായി നരേന്ദ്രമോദി ഗവൺമെന്റ് മാറുകയാണ്. എല്ലാ സ്റ്റേറ്റുകളിലും RSSന്റെ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ രാജേന്ദ്ര ആർവാർക്കർ നമ്മുടെ ഗവർണർ, ഇതിനു മുമ്പിരുന്ന ആരിഫ് ഖാൻ, ഇവരെല്ലാം സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒന്നും ഒരു ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കുന്നതല്ല കേരളത്തിലെ ഇടതുപക്ഷവും വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും നിങ്ങൾ മനസ്സിലാക്കണം.
രാജ്യത്തെ മതേതരത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള ഭരണമാണ് കേന്ദ്ര സർക്കാർ തുടർന്നു പോകുന്നത്. ഇനി നയങ്ങൾ തിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് ഈ ജാഥയിലൂടെ ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു വിഷയം, ഈ രാജ്യത്ത് ജനങ്ങളോട് കാണിക്കുന്ന കാർഷിക മേഖലയിൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് അവരുടെ ഉൽപാദന ചെലവിന്റെ 50% താങ്ങുവിലയായി നൽകുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 10 വർഷത്തിനുള്ളിൽ 2014 മുതൽ 2022 വരെയുള്ള കണക്കെടുക്കുമ്പോൾ 1,10,000 പേര് ഇതുവരെ കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവരുടെ കാർഷിക മേഖലയിലുള്ള വളത്തിന്റെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഭരണം കൊണ്ട് ആർക്കാണ് ഇന്ത്യയിൽ പ്രയോജനമുള്ളത്? ഇന്ത്യയിൽ യുവാക്കൾക്ക് പ്രയോജനമില്ല, കർഷകർക്ക് പ്രയോജനമില്ല, ആർക്കും തന്നെ പ്രയോജനമില്ലാത്തൊരു സർക്കാരായി നരേന്ദ്രമോദി സർക്കാർ മാറിയിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള അതിശക്തമായ സമരമാണ് ഡിവൈഎഫ്ഐ ആഗസ്റ്റ് മാസം 15-ാം തീയതി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരസംഗമം നടത്തുന്നത്. ഈ സമരസംഗമത്തിൽ ഈ നാട്ടിലെ മുഴുവൻ യുവജനങ്ങളും പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് പെരിക്കരയിൽ നിന്നും ആരംഭിച്ച വേഗം സമാപിക്കുന്ന ഡിവൈഎഫ്ഐ പെരിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പേരുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ജാഥ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്രമുഖ അഭിവാദനങ്ങൾ.